നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല. കടഭാരങ്ങൾ മാറണമെന്നും ജീവിതത്തിൽ ഒത്തിരി ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെന്നും ആഗ്രഹിക്കാത്തവരായിട്ടും ആരും തന്നെയില്ല. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുവാനും നിങ്ങളുടെ ജീവിത ലക്ഷ്യം നേടിയെടുക്കുവാനും നിങ്ങൾക്ക് ഇന്ന് സാധിക്കും. അതിനായിട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ചിത്രം ചന്ദ്രനും രണ്ടാമത്തെ ചിത്രം സൂര്യനുമാണ്. ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ജീവിത സാഹചര്യങ്ങൾ നിങ്ങളെ തളർത്തുമ്പോഴും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ജീവിതത്തെ പൊരുതി നിൽക്കുവാനായിട്ട് കഴിയും. ഇതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇനി നിങ്ങളുടെ ഫലങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചിത്രമായ ചന്ദ്രനാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങൾ ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് പിന്മാറാൻ കഴിയാത്ത വ്യക്തികളാണ്. അതായത് പറഞ്ഞ വാക്ക് അതിമനോഹരമായി പാലിക്കാൻ കഴിയുന്ന വ്യക്തികൾ. ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും തളർച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പല സാഹചര്യങ്ങളിലും പല തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അതിനെയൊക്കെ തിരുത്തിക്കൊണ്ട് മറ്റുള്ളവരോട് ക്ഷമ ചോദിച്ചുകൊണ്ട് അതിനെയൊക്കെ ഓവർകം ചെയ്യുന്നവരാണ്. പലപ്പോഴും നിങ്ങളിലുള്ള ഒരു കഷ്ടത എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഓവർ തിങ്കിങ് ചെയ്യുന്ന വ്യക്തികളാണ്. ഒരു കാര്യം ചെയ്താൽ അല്ലെങ്കിൽ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പ്രയാസം അനുഭവിച്ച് അതെങ്ങനെ ചെയ്യുന്നതിൽ വല്ല കുഴപ്പവുമുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് ധാരാളം ആശങ്കകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കാറുണ്ട്. പലപ്പോഴും മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും അവരോടൊപ്പം സമയം ചിലവഴിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാതെ മറ്റൊന്നും കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഏറ്റവും കൂടുതൽ നിങ്ങൾ പിണങ്ങിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളോട് പിണങ്ങുന്ന വ്യക്തികൾ ഉണ്ടാകാം. പക്ഷേ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നല്ല നിമിഷങ്ങളാണ്. കാരണം അത് കഴിഞ്ഞ് ഒരല്പം നിമിഷം കഴിയുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയുമായി പിന്നെയും സൗഹൃദത്തിലാകുന്നു. അത് നിങ്ങളുടെ നിഷ്കളങ്കമായ മനസ്സിനെ സൂചിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് ധാരാളം സഹായങ്ങൾ കടന്നു വരും. വളരെയധികം ഈശ്വര വിശ്വാസികളാണ് നിങ്ങൾ. കാലത്തിനു മുന്നേ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാവി നല്ലതായി മാറുവാൻ സാധിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഓവർ സ്ട്രെസ്സും ഓവർ ചിന്തയും ഒക്കെ ഒന്ന് മാറ്റിവെച്ച് ജീവിതത്തിൽ അനുഗ്രഹം നേടുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുവാനും അതുപോലെ മറ്റുള്ളവർക്കൊരു താങ്ങായി നിൽക്കുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. ഒത്തിരി കഷ്ടങ്ങളും കടഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങളുടെ ചുറ്റും വന്നാലും അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും ഒക്കെ തീർച്ചയായിട്ടും അത് മാറിപ്പോകും. വരുന്ന ഒരു 70 ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിലെ സകല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറി ജീവിതത്തിൽ ഒരു അനുഗ്രഹം കടന്നു വരുന്നു. പ്രധാനമായിട്ടും ഈശ്വര നന്മ നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകണം. നിങ്ങളുടെ കടഭാരങ്ങൾക്കൊരു മാറ്റം സംഭവിക്കും. ലക്ഷ്മി ദേവിയുടെ വാസം നിങ്ങളുടെ ഭവനങ്ങളിൽ ഉറപ്പിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. കടഭാരം കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലാണോ നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നതെങ്കിൽ അതെല്ലാം മാറി തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. കണ്ണുകളടച്ച് ഈശ്വരനോട് എന്നും പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുക. തീർച്ചയായിട്ടും വരുന്ന 70 ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ ഫലപ്രദമായ ഒരു അനുഗ്രഹം സാധ്യമാകും എന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതൊക്കെയാകുന്നു ഒന്നാമത്തെ ചിത്രമായ ചന്ദ്രൻ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം. ഇനി രണ്ടാമത്തെ ചിത്രമാണ്, അതായത് സൂര്യനാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സ്വയം ഉരുകി അല്ലെങ്കിൽ സ്വയം അഗ്നിയിൽ എരിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശമേകുന്ന ഒരു ഗ്രഹം തന്നെയാകുന്നു സൂര്യൻ. അതുപോലെയാണ് ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരു കുടുംബത്തിൻ്റെ ഭാരങ്ങൾ ഏറ്റെടുത്ത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആരുമാകട്ടെ ചെറിയൊരു സഹായം ആഗ്രഹിച്ചു വരുന്ന അല്ലെങ്കിൽ
ചോദിച്ചു വരുന്ന വ്യക്തികൾക്ക് പോലും നിങ്ങളെക്കൊണ്ട് കഴിയുന്നതിൽ കൂടുതൽ നിങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ. കടഭാരം നേരിടുന്നുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ കണ്ണീരുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ മറ്റാർക്കൊക്കെയോ വേണ്ടി ജാമ്യം നിന്ന അവസ്ഥകളുണ്ട്. അതായത് നിങ്ങളുടെ ഒരു കുടുംബത്തെ മുഴുവൻ വെല്ലുവിളിയിലേക്ക് ഏൽപ്പിക്കുന്ന, കഷ്ടതയിലൂടെ കടത്തിക്കൊണ്ടുപോയ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. സ്വന്തമായൊരു ഭവനമില്ലാതെ വേദനിക്കുന്ന ഒരവസ്ഥകൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിൽ പറയാൻ കഴിയാത്ത തരത്തിലുള്ള ധാരാളം മാനസികമായ സംഘർഷം, രോഗപ്രയാസങ്ങൾ, ദുരിതങ്ങൾ, നിങ്ങളെ മനസ്സിലാക്കാതെ മറ്റുള്ളവർ നിങ്ങളോട് പെരുമാറുന്ന ചില സാഹചര്യങ്ങൾ, കയ്യെത്തും ദൂരത്ത് നിങ്ങൾ ആഗ്രഹിച്ച പലതും നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട്. ഒന്ന് ചേർത്ത് പിടിക്കുവാനോ ഒന്ന് ആശ്വസിപ്പിക്കുവാനോ ആരുമില്ലാതെ വിഷമിക്കുന്ന സാഹചര്യങ്ങൾ. അങ്ങനെ ഒത്തിരി പ്രയാസങ്ങളുടെയും ഒത്തിരി കഷ്ടതകളുടെയും കടന്നുപോയൊരു ജീവിതമാണ് നിങ്ങളുടേത്. എന്നാൽ തീർച്ചയായിട്ടും ഇതിന് പരിഹാരം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആ ഒരു ദൈവീക ശക്തിയോട് നിങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഭവനങ്ങളെ അതിന് പ്രകാരം ക്രമീകരിക്കുക. ചെറുതും വലുതുമായ ദോഷങ്ങളൊക്കെയുണ്ട്. അതിന് തക്കതായ പരിഹാരങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുക. പ്രധാനമായിട്ടും ഇനിയും മറ്റുള്ളവരെ സഹായിക്കുന്നതും അർഹതയില്ലാത്ത ഇടങ്ങളിൽ കയറി ചെല്ലുന്നതും അതുപോലെ തന്നെ അർഹതയില്ലാത്ത കൈകളിൽ വിളമ്പുന്നതും ഒക്കെ അവസാനിപ്പിക്കുക. ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിക്കാനും പ്രയാസങ്ങൾ അനുഭവിക്കാനും ദുരിതങ്ങൾ അനുഭവിക്കാനും നിങ്ങൾ മാത്രമാണ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ചിന്തിക്കുക. അപ്രകാരം നിങ്ങളുടെ ജീവിതത്തെ ഒരുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലൊരു ഭവനം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സന്താന ഭാഗ്യങ്ങൾ, അതുപോലെ തന്നെ ഒത്തിരി നാളത്തെ നിങ്ങളുടെ പ്രാർത്ഥനയും കഠിനാധ്വാനത്തിൻ്റെയും ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമാകും. ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആ ഒരു ദൈവീക ശക്തിയുടെ അടുത്ത് ഒന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഏത് ജാതി ഏത് മതവിഭാഗമാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ഈശ്വര ശക്തി എപ്പോഴും നിങ്ങളെ തുണയ്ക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലുള്ള ധനത്തെ നിങ്ങൾ പരമാവധി നല്ല രീതിയിൽ സൂക്ഷിക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതായത് പണത്തെ എപ്പോഴും ചുരുട്ടി മടക്കി വയ്ക്കുകയോ അല്ലെങ്കിൽ അതിനെ അലക്ഷ്യമായി വലിച്ചെറിയുകയോ വൃത്തിഹീനമായ സാഹചര്യങ്ങളിലോ അതിനെ കൊണ്ടിടുകയോ ഒന്നും തന്നെ ചെയ്യരുത്. ഏറ്റവും കൂടുതൽ ജീവതുല്യം നിങ്ങൾ അതിനെ സംരക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസം നിങ്ങളിലുണ്ടാകണം, ദൈവിക ശക്തി നിങ്ങളിലുണ്ടാകണം. വരുന്ന ഒരു 7 മാസത്തിനകം നിങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മറികടന്ന് ജീവിത ലക്ഷ്യത്തിലെത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം. ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.